ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ കാറ്റും കോളും നിറഞ്ഞ ഒരാഴ്ച. നിഫ്റ്റി എല്ലാം തന്നെ ഈ ഒരാഴ്ചയുടെ ലോ എന്ന് പറയുന്നത് 21,750. ഇപ്പോൾ ക്ലോസിംഗ് ഉള്ളത് 22,800. അതായത് 1,100 പോയിന്റിന് മുകളിൽ നിഫ്റ്റി ഈ ഒരു ആഴ്ച ട്രാവൽ രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സും ഏകദേശം ഒരു 60 അല്ല 40% ഒരു സ്പൈക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കി. പ്രീമിയംസ് എല്ലാം തന്നെ റോക്കറ്റ് പോലെ ജമ്പ് ചെയ്തു. നമ്മൾ ഏറ്റവും അവസാനം വരെ ഇതൊരു കഥ പോലും എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം വരെ കഥ എത്തി നിൽക്കുന്നത് എവിടെയായിരുന്നു? ട്രംപ് ചൈനയ്ക്കെതിരെയുള്ള പുതിയ താരിഫ് ഹൈക്ക് അതായിരുന്നു എത്തി നിൽക്കുന്നത്. എന്നാൽ കഥയിൽ പുതിയൊരു അധ്യായം കൂടി ആഡ് ചെയ്തു. ചൈന വീണ്ടും യുഎസിനെതിരെ വീണ്ടും താരിഫ് ഹൈക്ക് ഉയർത്തി. അപ്പോൾ ഇനി കഥ തുടരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽപ്പ്. അതായത് യുഎസ് ചൈനയ്ക്കെതിരെ ഉയർത്തിയതുപോലെ തന്നെ പുതിയതായിട്ട് ഇന്നാണ് ഉയർത്തിയത്, ചൈന യുഎസിനെതിരെയും ഉയർത്തി. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേർക്ക് നേർ കൊമ്പ് കോർക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പതിയെ പിക്ചറിൽ നിന്ന് മാറി. കാരണം 90 ദിവസത്തെ സാവകാശം കിട്ടി. ഈ 90 ദിവസത്തെ സാവകാശത്തിൽ പല രാജ്യങ്ങളുടെയും ട്രേഡ് മിനിസ്റ്റേഴ്സും യുഎസിലെ ട്രേഡ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള നെഗോഷിയേഷൻസ് പോകും. അപ്പോൾ ഈ യുഎസിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു താരിഫ് കുറയ്ക്കും. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളും അതുപോലെ കുറയ്ക്കും. ഈ 3 മാസ സമയത്തിൽ ഇത് രമ്യതയിലെത്തും. പക്ഷേ ചൈനയും യുഎസും അപ്പോഴും നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ശക്തികൾ അല്ലെങ്കിൽ സൈനിക ശക്തികൾ, അല്ലെങ്കിൽ GDP അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ടെക്നോളജി അടിസ്ഥാനത്തിലോ ഈവൻ സൈനിക അടിസ്ഥാനത്തിൽ പോലും ഏറ്റവും വലിയ തുല്യ ശക്തികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ചൈനയും അമേരിക്കയും നേർക്ക് നേർ വലിയ തോതിലുള്ള ഈ റെസിപ്രോക്കൽ താരിഫ് ഹൈക്കുകളായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഉള്ളത്. ഇനി കഥ മുന്നോട്ട് തുടരും. ഇതൊരു കഥ പോലെ നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള അധ്യായമാണ് നമ്മൾ കണ്ടത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടി. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ഇന്ന് ഗ്ലോബൽ നോക്കുകയാണെങ്കിൽ US ഫ്യൂച്ചർ ഇടിവിലാണ്, ഏഷ്യൻ മാർക്കറ്റ് ഇടിവിലാണ്, ഇപ്പോൾ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇടിവിലാണ്. നമ്മുടെ മാർക്കറ്റ് 3 ദിവസത്തെ അവധിയിലാണ്. അതായത് തിങ്കളാഴ്ച നമുക്ക് മാർക്കറ്റ് ഇല്ല. എങ്കിൽ കൂടിയും പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ട്രേഡും ഈ ചൈനയുടെ ട്രേഡ് വാറും എല്ലാം തന്നെ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റീൽ സെക്ടറാണ് ഇന്ന് ചുക്കാൻ പിടിച്ചത്. ഹിൻഡൽകോ, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ തുടങ്ങിയ സ്റ്റീൽ സെക്ടറിൻ്റെ മികവിൽ നിഫ്റ്റി നേട്ടം കൊയ്തു. ഈവൻ TCS എല്ലാം തന്നെ മോശം റിസൾട്ടായിട്ട് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50യിൽ നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജിയോ ഫിനാൻസും ഇന്ന് നല്ല തോതിൽ പിന്തുണ നിഫ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ US ഫ്യൂച്ചറും ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഇപ്പോൾ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ട്രേഡ് വാറിലിടയിൽ ടെസ്ലയുടെ എല്ലാം തന്നെ പുതിയ പ്രൊഡക്റ്റ്, അവരുടെ മോഡൽ എക്സ് എന്ന് പറഞ്ഞ പുതിയ കാറ് ചൈനയിൽ വിതരണം പോലും നടത്തുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എലൻ മസ്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. 5.5 നിന്ന് ഡ്രോപ്പായി 2.9. എങ്കിലും മാർക്കറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്നലെ US നിന്ന് എക്കണോമിക് ഡേറ്റ എന്തായിരുന്നു? ഇൻഫ്ലേഷൻ ഡേറ്റ 4 മന്ത് ലോ ആയിരുന്നു. പക്ഷെ അത് US മാർക്കറ്റിന് ഗുണവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകൾ നടക്കുന്ന സമയത്ത് എക്കണോമിക് ഡേറ്റക്സോ അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനോ ഓപ്പൺ ഇൻട്രസ്റ്റിനോ തന്നെ യാതൊരു പ്രസക്തിയില്ല. പാനിക്കായ രീതിയിൽ വിക്സിന് മാത്രം പ്രസക്തിയുണ്ട്. വിക്സ് ഉയർന്ന അനുസരിച്ച് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം. ഇന്നൊക്കെ വിക്സ് ഫോളായി, ഇന്നലെയും വിക്സ് ഫോളായിട്ടുണ്ട്. ഇന്നും 6% ഫോൾ ഉണ്ടായി. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകും മുമ്പ് നമുക്ക് നാളെയാണ് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് റൂമിൽ വെച്ചിട്ടുള്ള ട്രെയിനിങ് ഉള്ളത്. ഞാൻ ഈ ഒരാഴ്ചയിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നാളെ കൊച്ചിക്ക് വണ്ടി കയറുക, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് വെച്ച് പഠിക്കാം. കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം എന്താണ് FTSE UK മാർക്കറ്റ് ജസ്റ്റ് ഫ്ലാറ്റ് 25 പോയിൻറ്റ്. CAC 40 ഫ്രാൻസ് നെഗറ്റീവ്. ഡാക്സ് എത്ര പോയിൻറ്റ് ഇടിവാണ്? 1.5%. ഇന്ത്യ വിക്സ് കാണാം ഇന്ന് 7% ഫോളായി 19. ഡോ ഫ്യൂച്ചർ കാണാം ഫ്ലാറ്റാണ്, രാവിലെയൊക്കെ നെഗറ്റീവായിരുന്നു. നിക്കി ജപ്പാൻ മാർക്കറ്റ് കാണാം 1000 പോയിൻറ്റ് ഇടിഞ്ഞു. കോസ്പി കൊറിയ കാണാം ഫ്ലാറ്റ് ഇടിവലാണ്. കൂടാതെ തന്നെ ഓസ്ട്രേലിയ കാണാം AX 200 നിയർ ടു 1% ഫോളായി. ഗോൾഡ് ഉയർന്നു $3218. ഇനിയിപ്പോൾ മലയാളികൾക്ക് ഗോൾഡ് വാങ്ങുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിട്ട് മാറി. ബ്രന്റ് ഓയിൽ 63, ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 82,000. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരാണ് താരം? എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ ഒരു ഈ ഒരു കലണ്ടറിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു കഴിഞ്ഞു പോയൊരു ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ തന്നെയും താരം നമ്മളുടെ ഗോൾഡാണ്.
1600 കിടന്ന ഗോൾഡ് ഇപ്പോൾ എവിടെ എത്തി? വമ്പൻ റിട്ടേൺ ഗോൾഡിൽ നിക്ഷേപിച്ച ആളുകൾക്ക് കിട്ടി. ഈവൻ SCB എല്ലാം തന്നെ ഇല്ലെങ്കിൽ കൂടിയും പഴയ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ നേട്ടം കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 3 ദിവസം അവധിയാണെങ്കിൽ കൂടി NBCC എല്ലാം തന്നെ അവരുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് നല്ല സെയിൽ കിട്ടി, സ്റ്റോക്ക് നിന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ജെൻസൺ ഇൻ്റർനാഷണൽ കമ്പനി 3D മാപ്പിൻ്റെ ഓർഡർ കിട്ടി, സ്റ്റോക്ക് നിന്ന് 8% റാലി ചെയ്തു എന്നുള്ള വാർത്ത. കോൺകോർ കമ്പനി ഇവരുടെ റവന്യൂ ഗൈഡൻസ് കുറച്ചു, സ്റ്റോക്ക് നിന്ന് സ്ലൈറ്റ്ലി ഫോളോ ചെയ്തു. RVNL കമ്പനിക്ക് 240 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള വാർത്ത. ലോറസ് ലാബ് കമ്പനിക്ക് എക്സ്പോർട്ട് ഗ്രോത്ത് 18% വർദ്ധിച്ചു. ലോറസ് ലാബ് ഇന്ന് റാലി രേഖപ്പെടുത്തി. ഡിവിസ് ലാബും എക്സ്പോർട്ട് ഓർഡർ കിട്ടി, ഡിവിസ് ലാബും റാലി രേഖപ്പെടുത്തി. സ്കൈ ഗോൾഡ് പുതിയ ഓർഡർ കിട്ടി, സ്കൈ ഗോൾഡ് റാലി രേഖപ്പെടുത്തി. ദീപക് നൈട്രേറ്റ് ഫിനോലിൽ എല്ലാം തന്നെ ഇമ്പോർട്ട് വർദ്ധിക്കുന്നു എന്നുള്ള ന്യൂസ്. ദീപക് നൈട്രേറ്റ് ഒന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇതാണ് സ്റ്റോക്ക് സ്പെസിഫിക് വാർത്തകൾ. ഗ്ലോബൽ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിവേ 3 ദിവസമാണ്. ഇപ്പോൾ തിങ്കളാഴ്ച എല്ലാം തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ മാർക്കറ്റ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് തിങ്കളാഴ്ചയൊക്കെ ഉള്ളത്. അപ്പോൾ 3 ദിവസം ഒരു ഗ്യാപ്പിന് ശേഷം നമുക്ക് കാണാനിടയിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ ആയിട്ടൊക്കെ എത്താം. താങ്ക് യു.